നമസ്കാരം. പ്ലസ് ടുവിലെ മാക്സിമം മിനിമയിലെ അടുത്ത കുറച്ച് 2-3 പ്രോബ്ലംസിലാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. പ്രൂവ് ദാറ്റ് ദ റേഡിയസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് ഗ്രേറ്റസ്റ്റ് കർവ് സർഫസ് ഏരിയ വിച്ച് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ കോൺ ഈസ് ഹാഫ് ഓഫ് ദാറ്റ് കോൺ. അത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരു of greatest curve which can be inscribed in a given cone. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു കോണുണ്ട്, കണ്ടു, ഒരു കോൺ. ഈ കോണിൽ ഇതുപോലെ ഒരു കോണുണ്ട്. അതായത് നമ്മൾ കടലാസുകൊണ്ട് ഉണ്ടാക്കിയൊരു കോണാണ്. ഈ കോണിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സിലിണ്ടറിനെ കയറ്റി വയ്ക്കണം. ഇതപ്പോൾ ഇതൊരു സിലിണ്ടറാണ്. ഇതിനെങ്ങനെ കയറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കയറി പോകണം. ഹൈറ്റ് ഫുള്ളായിട്ട് വേണമെന്നില്ല, നമുക്കത് ഫുള്ളായിട്ട് ഇൻസ്ക്രൈബ് ചെയ്ത് പോകണം. ഇങ്ങനെ ഒരു സിലിണ്ടർ വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടിയും വട്ടത്തിലുള്ള സിലിണ്ടർ വയ്ക്കാം, കണ്ടല്ലോ. അല്ലെങ്കിൽ തീരെ വലുപ്പം വീതി കുറഞ്ഞ, റേഡിയസ് കുറഞ്ഞ ഒരു സിലിണ്ടർ വയ്ക്കാം. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇനി സിലിണ്ടേഴ്സ് ഇതിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യാം. ഇവർ ചോദിക്കുന്നത് ഏത് സിലിണ്ടറിനാണ്, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കർവ്ഡ് സർഫസ് ഏരിയ. സിലിണ്ടറിൻ്റെ റേഡിയസ് കോണിൻ്റെ റേഡിയസിൻ്റെ ഹാഫ് ആണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കർവ്ഡ് സർഫസ് ഏരിയ ആവും എന്നാണ് പറയുന്നത്. അതായത് ഈ സിലിണ്ടറിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ കർവ്ഡ് സർഫസ് ഏരിയ ഉള്ളത്, അതാണ് ചോദ്യം. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല നമുക്കറിയണം. ക്യൂബിൻ്റെ പ്രത്യേകതകൾ, ഈ കോണിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയണം. അപ്പോൾ നമ്മൾ മനസ്സിലായി നമുക്ക് ഒരു കോൺ, ഇങ്ങനെ ഒരു കോൺ ഇരിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? കോൺ ഇരിക്കുന്നുണ്ട്. ഈ കോണിൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ടർ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിലിണ്ടർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഈ കോണിൻ്റെ റേഡിയസും കോണിൻ്റെ ഹൈറ്റും ഫിക്സഡ് ആണ്. സിലിണ്ടറിൻ്റെ റേഡിയസും സിലിണ്ടറിൻ്റെ ഹൈറ്റും മാറിക്കൊണ്ടിരിക്കും. സിലിണ്ടറിൻ്റെ റേഡിയസും സിലിണ്ടറിൻ്റെ ഹൈറ്റും മാറിക്കൊണ്ടിരിക്കും. സിലിണ്ടറിൻ്റെ കർവ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല, കർവ്ഡ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല നമ്മുടെ ക്ലാസ് ടേബിളുണ്ട്. 2πr h എന്നാണ്. ഇവിടെ ആറിൻ്റെ സ്ഥലത്ത് എക്സ് ആണ്. 2πxh ആണ് ഒരു സിലിണ്ടറിൻ്റെ കർവ് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല. ഇനി ഈ എക്സും എച്ചും, എക്സ് നമുക്ക് ഉപയോഗിക്കാം, ഈ എച്ചും ഈ വേരി ചെയ്യുന്നതാണ്. എക്സിനെ നമുക്ക് ഇതിൽ, അതായത് 2 വേരിയബിൾ ഉണ്ട്, എക്സും വൈ എച്ചും ഉണ്ട്. അപ്പോൾ എച്ചിനെ നമുക്ക് എക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം ഇതിലൊരൊറ്റ വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. എക്സ് ഉപയോഗിച്ചുള്ള ഡെറിവേറ്റീവ് മാത്രമേ കണ്ടുപിടിക്കാൻ അറിയുള്ളൂ. പക്ഷേ ഇവിടെ എക്സും മാറും എച്ചും മാറും. നിങ്ങൾ കണ്ടല്ലോ, ഓരോ സിലിണ്ടറിനും വേറെ വേറെ റേഡിയസും വേറെ വേറെ ഹൈറ്റുമാണ്. ഓരോന്നിനും ഹൈറ്റ് മാറുന്നുണ്ട്. അപ്പോൾ 2 വേരിയബിൾ ഉണ്ട് ഇവിടെ, റേഡിയസും ഹൈറ്റും. അപ്പോൾ ഹൈറ്റിനെ റേഡിയസിൻ്റെ ഇതിലോട്ട് മാറ്റണം. അപ്പോൾ അതെങ്ങനെ മാറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചിന്ത. അപ്പോൾ നമ്മളിവിടെ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഒ എ ബി സി, ഇവിടെ ക്യൂ, ഇത് വലിയ ഹൈറ്റ് എച്ച്. അപ്പോൾ നമുക്ക് ഈ 2 ട്രയാങ്കിൾ, ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ എ ഒ സിയും പിന്നെ ട്രയാങ്കിൾ എ അല്ല ക്യു ആർ സിയും. ഈ കാണുന്ന വലിയൊരു ട്രയാങ്കിളുണ്ട്, ഇവിടെ കാണുന്ന ഒരു കുഞ്ഞ് ട്രയാങ്കിളുണ്ട്. ഈ 2 ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? ക്യു ഇ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഇതാണ് ഇ എന്ന് പറയുന്ന സ്ഥലം, ഈ വന്ന് മുട്ടുന്ന സ്ഥലം. ക്യു ഇ സി എന്നാണ്. ആർ നമ്മളിതിൻ്റെ റേഡിയസ് അല്ലേ വിചാരിച്ച്. ഈ ആർ എന്ന് പറയുന്നത് വലിയ റേഡിയസാണ്. ഇ എന്ന് പറയുന്നതാണ് ഇത് വന്ന് മുട്ടുന്ന സ്ഥലം. അപ്പോൾ ക്യു ഇ സി ആണ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യു ഇ ബൈ എന്താണ്? എ ഒ
ഈക്വൾ ടു, അപ്പോൾ ഈ രണ്ട് സൈഡ് കഴിഞ്ഞു. സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ നമ്മൾ റേഷ്യോ സെയിം ആയിരിക്കും. EC ബൈ OC. രണ്ടാമത്തെ സൈഡ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു സൈഡും കൂടി ഉണ്ട്, QC ബൈ AC. മൂന്നാമത്തെ സൈഡിൻ്റെ ഈ സൈഡിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഈ HX ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മാറ്റുന്നത്. ഇനി QE എന്ന് പറഞ്ഞാൽ നമ്മുടെ H ആണ്, ഹൈറ്റ്. AO എന്ന് പറഞ്ഞാൽ വലിയ ഹൈറ്റ്, ക്യാപിറ്റൽ ലെറ്റർ H. ഈക്വൾ ടു EC എന്ന് പറയുന്നത് ഈ സ്ഥലം എന്താണ്, വലിയ ആറിൽ നിന്നും എക്സ് കുറയ്ക്കുക, R-6. OC എന്ന് പറഞ്ഞാൽ വലിയ ആർ. അപ്പോൾ H ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം, H ഈക്വൾ ടു ക്യാപിറ്റൽ ലെറ്റർ H ഇൻറ്റു R-6 ബൈ R എന്ന് എഴുതാം. ദാറ്റ് ഈസ് H ബൈ R ഇൻറ്റു R-6. എച്ചും ആറും ഫിക്സഡ് ആണ്. അപ്പോൾ ഈ ഇപ്പോൾ H എന്ന് പറയുന്നത് എക്സിൽ മാത്രമേ എഴുതി. ഇനി നമുക്ക് കർവ് സർഫസ് ഏരിയ കാണാനുള്ള ഫോം തരാം, CSA. അതാണ് നമ്മുടെ f(x), എക്സിലുള്ള ഫംഗ്ഷനായി മാറ്റാൻ പോകാണ്. 2πx കണ്ടു, CSA കാണുന്ന ഫോമിൽ ഈ എച്ചിൻ്റെ സ്ഥലത്ത് നമ്മൾ ഈ ആളെ കൊടുക്കണം, H ബൈ R ഇൻറ്റു R-6. 2πh കോൺസ്റ്റൻസിനൊക്കെ നീക്കി എഴുതി, x ഇൻറ്റു R-6. വേണമെങ്കിൽ R ഒന്ന് നമുക്ക് ഉള്ളിലേക്ക് കൊടുത്ത് എക്സ് നമുക്ക് ഉള്ളിലേക്ക് കൊടുത്ത് എഴുതാം, RX മൈനസ് x². ഇനി നമുക്ക് ഡെറിവേറ്റീവ് കാണാം, f' ഈക്വൽ ടു 2πh ബൈ R ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, R മൈനസ് x²ൻ്റെ 2x. ദിസ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്ത് എന്ത് വരും, ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്, ഇതൊരിക്കലും 0 ആവില്ല. ഈ ബ്രാക്കറ്റിലുള്ള ആൾ ഈ എക്സ് മാത്രമാണ് നമ്മുടെ വേരിയബിൾ, ഇത് ഈക്വൽ 0 ആവും. R ഈക്വൽ ടു 2x. ഇതാണ് അവർ പറഞ്ഞത്. റേഡിയസ് എന്തായിരിക്കും എന്ന് പറഞ്ഞത്, എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഒന്നുകൂടി നോക്കാം. റേഡിയസ് ഓഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കർവ് സർഫസ് ഏരിയ വിച്ച് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ കോൺ ഈസ് ഹാഫ് ഓഫ് ദി കോൺ. കോണിൻ്റെ റേഡിയസും ഈ സിലിണ്ടറിൻ്റെ റേഡിയസും എന്തായിരിക്കും, ഒന്നത്തിന് മറ്റതിൻ്റെ ഹാഫ് ആയിരിക്കും. അതുതന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് x ഈക്വൽ ടു R/2. കണ്ടു. ഇനി നമുക്കിത് മാക്സിമം ആണെന്ന് കാണിക്കണം. അതിനെന്ത് ചെയ്യണം, ഒരു ഡെറിവേറ്റീവ് കൂടിയും കാണാം, f'(x). ഇങ്ങോട്ട് നീക്കി തരാം, f'(x). അങ്ങനെ എന്ത് വരും, 2πh ബൈ R ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വീണ്ടും കാണണം, ആറിൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2x ഇൻറ്റു 2. കണ്ടു, 0 മൈനസ് 2 ലെസ് ദാൻ ആണ്, ഇറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ എന്തായി, ദിസ് ഈസ് അറ്റ് x ഈക്വൽ ടു R/2, f(x) ഈസ് മാക്സിമം. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഷോ ദാറ്റ് ദ റൈറ്റ് circular cylinder of a given surface and maximum volume is such that the height is equal to diameter of the base. ഇവിടെ ഒറ്റ സിലിണ്ടറേ ഉള്ളൂ. സിലിണ്ടറിൻ്റെ ഗിവൺ സർഫസ് ഏരിയ ആണ്. സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ ഗിവൺ ആണ്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്, ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല പറഞ്ഞു നോക്കൂ, ബേസ് സ്ക്വയർ പ്ലസ് സർഫസ് കർവ് സർഫസ് ഏരിയ സ്ക്വയർ, ദാറ്റ് ഈസ് 2πx² പ്ലസ് 2πxy. ഇതാണ്. ഇത് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് k ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് മാക്സിമം വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്, πx² h. മാക്സിമം വോളിയം എന്ന് പറഞ്ഞാൽ πx² h അല്ല, x²y. ഇവിടെ 2πx h ആണ് ഉദ്ദേശിക്കുന്നത്, xy. x എന്ന് പറയുന്നത് റേഡിയസും നമുക്ക് വേണമെങ്കിൽ ആദ്യം എഴുതാം. x എന്ന് പറയുന്നത് റേഡിയസും y എന്ന് പറയുന്നത് ഹൈറ്റും ആണെന്ന് വിചാരിക്കും. πx²y ഇത് മാക്സിമം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. πx²y എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. ഇതിന് നമുക്ക് മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എക്സ് മാത്രമുള്ള ടേമാണെന്ന് ആക്കണം. എക്സ് മാത്രമുള്ള ടേം ആക്കാൻ നമ്മൾ ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 2πx² പ്ലസ് 2πxy ഈക്വൽ ടു k. അപ്പോൾ അതിൽ നിന്ന് ആദ്യം y കണ്ടുപിടിക്കണം, k മൈനസ് 2πx².
ദാറ്റ് ഈസ് y ഈക്വൽ ടു k മൈനസ് 2πx സ്ക്വയർ ബൈ 2πx. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ k ബൈ 2πx മൈനസ് 2πx സ്ക്വയർ ബൈ 2πx എന്ന് വരും. അപ്പോൾ ഇവിടെ ഇത് വെട്ടിപ്പോയിട്ട് ഇവിടെ എക്സ് മാത്രമാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു k ബൈ 2πx മൈനസ് എക്സ് എന്ന് വരും. ഇതാണ് നമ്മുടെ y. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഈക്വൽ ടു പൈ എക്സ് സ്ക്വയർ വൈ. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? പൈ എക്സ് സ്ക്വയർ ഇൻറ്റു കെ ബൈ 2πx മൈനസ് എക്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? പൈ എക്സ് സ്ക്വയർ കെ ബൈ 2πx മൈനസ് പൈ എക്സ് ക്യൂബ്. അപ്പോൾ ഇവിടെ 2π വെട്ടിപ്പോവും, ഒരു എക്സും വെട്ടിപ്പോവും. അപ്പോൾ കെ എക്സ് ബൈ 2 കൂടി ഉണ്ട് കേട്ടോ, 2 വെട്ടി പോയിട്ടില്ല. കെ ബൈ 2x മൈനസ് പൈ എക്സ് ക്യൂബ് എന്ന് വരും. ഇതാണ് നമ്മുടെ ഫങ്ഷൻ. ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കെ ബൈ 2 മൈനസ് പൈ ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ. ഇത് ഈക്വൽ ടു 0 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? കെ ബൈ 2 ഈക്വൽ ടു 3πx സ്ക്വയർ. കെ ഈക്വൽ ടു 6πx സ്ക്വയർ. ഈ കെ എന്നുള്ളത് നമ്മുടെ വൈയിലൊന്ന് കൊടുത്തു നോക്കാം. വൈ ഈക്വൽ ടു എന്ത് വരും? വൈ ഈക്വൽ ടു കെയുടെ സ്ഥലത്ത് വൈ ഈക്വൽ ടു ഇതാണ് കെ ബൈ 2πx ആണ്, അവിടെ കെയുടെ സ്ഥലത്ത് കൊടുക്കുകയാണ് 6πx സ്ക്വയർ ബൈ 2πx മൈനസ് എക്സ്. അപ്പോൾ പൈയും വെട്ടിപ്പോയി, ഒരു എക്സ് വെട്ടിപ്പോയി. ഇതിലെത്ര പ്രാവശ്യം? 3 ടൈംസ്. 3x മൈനസ് എക്സ് ഈക്വൽ ടു 2x. കണ്ടു? എന്താണ് ആ ഒരു ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത്? ഹൈറ്റ് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത് എന്ത് ചോദ്യം വായിച്ചു നോക്കാം. ഷോ ദാറ്റ് ദ സർഫസ് മാക്സിമം വോളിയം ഈസ് സച്ച് ദാറ്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയാമീറ്റർ ഓഫ് ദ ബേസ്. ബേസിൻ്റെ ഡയാമീറ്റർ ആയിരിക്കണം. അതല്ലേ റേഡിയസിൻ്റെ ഡബിൾ 2r എന്ന് പറഞ്ഞാലേ. കണ്ടോ? 2 × x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡയാമീറ്റർ. റേഡിയസിൻ്റെ ഡബിൾ ഡയാമീറ്റർ അല്ലേ? അപ്പോൾ ഡയാമീറ്റർ ഉണ്ട്. നിങ്ങൾ എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തരുത്. ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കൂടി ഇങ്ങനെ കണ്ട് എന്ത് വരും? -6. ഈ ടേം 0 ആവും. അപ്പോൾ മൈനസ് ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കൂടി കണ്ടു വയ്ക്കിട്ട് ഇത് മാക്സിമം ആണെന്ന് വേണമെങ്കിൽ പറയാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടു കൊടുക്കാം. ഇത് 0, ഇതെന്ത് വരും? 2 ഇങ്ങോട്ട് വരുമ്പോൾ 6 മൈനസ് പൈ ഇൻറ്റു 6x. അപ്പം നെഗറ്റീവാണ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ 0. ദെർഫോർ മാക്സിമം. അപ്പോൾ നമുക്ക് എഴുതാം ഡയാമീറ്റർ. നിങ്ങൾ സെൻറ്റൻസ് ഭംഗിയാക്കി എഴുതാം. അറ്റ് ഡയാമീറ്റർ ഇറ്റ് ഹാസ് മാക്സിമം വോളിയം. ഇഫ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു ഡയാമീറ്റർ ഇറ്റ് ഹാസ് മാക്സിമം വോളിയം. ക്ലിയർ ആയല്ലോ? 20 ദിവസം ചോദിച്ച് അതിനടിയിട്ട് ചോദ്യം നോക്കാം. ഇതാ അതിന് തൊട്ട് മുകളിൽ ചോദ്യം നോക്കാം. ഷോ ദാറ്റ് ഓഫ് all rectangles inscribed in a given fixed circle the square has maximum area. അപ്പോൾ ഇതൊരു വേറെ കാര്യമാണ്. കോണും സിലിണ്ടർ ഒന്നല്ല, ഒരു സർക്കിളാണ്. ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇത് എക്സും ഇത് വൈയും ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ഇവിടെ 90 ഡിഗ്രി ആയ കാരണം ഇതതിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും നമ്മൾ വിചാരിച്ചു. ഇനി പറയുകയാണ് ഈ റെക്റ്റാങ്കിളിനെ മാക്സിമം ഏരിയ വരുമ്പോൾ ഈ ഇതെന്തായി മാറും? സ്ക്വയറായി മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ കാണാനുള്ള ഫോർമുല എഴുതാം. ഏരിയ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ്. എഗെയിൻ എക്സും വൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ എഴുതാൻ പറ്റില്ല. എക്സ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ വൈനെ എക്സിൻ്റെ ടേമിലോട്ട് മാറ്റണം. അതിന് നമ്മൾ ഈ റൈറ്റ് ട്രയാങ്കിളിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ. അപ്പോൾ നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കണം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ അല്ല ഇതിന് വെച്ചിട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു
റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരിക? 1 ആദ്യം റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആളുടെ ഡെറിവേറ്റീവ് 0 മൈനസ് 2x, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇതാണ് നമുക്ക് 0 എന്ന് പറയുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ 2ഉം വെട്ടിപ്പോയി. മൈനസ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഇല്ലാണ്ടാവും, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് ക്യാൻസൽ ആയി പോകും, ഇവിടെ ചെയ്യുമ്പോൾ അത് ഇല്ലാണ്ടാവും, ഇങ്ങനെ വരും. therefore ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2x സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 2x സ്ക്വയർ. ഇത് നമുക്ക് നമ്മുടെ വൈയിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. ഡി സ്ക്വയർ ഈക്വൽ ടു 2x സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വൈയിലൊന്ന് കൊടുത്തു വെക്കാം. വൈ ഈക്വൽ ടു എന്ത് വരും? വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പ്ലസ് ഓർ മൈനസ് എക്സ്. ഡിസ്റ്റൻസ് ആയ കാരണം എക്സ് ആയി. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്ക്വയർ. കണ്ടു? എക്സ് വൈ ഈക്വൽ ആയാൽ ആ റെക്റ്റാങ്കിൾ എന്തായി മാറി? സ്ക്വയറായി മാറി. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് മാക്സിമം ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിനെന്ത് ചെയ്യുക? ഇതിന് ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണാം. ഇതിനൊരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കാണുമ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാം. ഇവിടെ മൈനസ് 2x വരും. ഇതിന് ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് കണ്ടു നോക്കാം. ഒക്കെ നെഗറ്റീവ് വരും. സോ ഇറ്റ് ഈസ് മാക്സിമം ഗ്രേറ്റർ ദാൻ 0. therefore ഇറ്റ് ഈസ് മാക്സിമം. ക്ലിയർ ആയല്ലോ? ഫംഗ്ഷൻ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? സ്ക്വയർ ആവുമ്പോൾ. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമ്മൾ ഈ സെക്ഷനിൽ ചെയ്യുന്നത്. ഇനി ഈ സെക്ഷനിൽ പ്രോബ്ലം ചെയ്യുന്നതല്ല. താങ്ക് യു.